തദ്ദേശ തിരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞു. അതത് പഞ്ചായത്തുകളുടെ അധ്യക്ഷന്മാരോടൊപ്പമുള്ള ഞങ്ങളുടെ ഈ പരിപാടിയിൽ ഇന്ന് മലപ്പട്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ലക്ഷ്മണനാണ് ഒന്നിച്ചുള്ളത്. മലപ്പട്ടം പഞ്ചായത്തിന് ഒരുപാട് ചരിത്രങ്ങളുണ്ട്. നമുക്കറിയാം, ഇടതുപക്ഷത്തിൻ്റെ ഒരു ഉരുക്കുകോട്ടയാണ്. അതുപോലെ തളിപ്പറമ്പ് നിയോജക മണ്ഡലത്തിൻ്റെ ഒരു ഭാഗമാണ്. തളിപ്പറമ്പ് MLA CPIM-ൻ്റെ സംസ്ഥാന സെക്രട്ടറി കൂടിയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇവിടെ എതിരില്ലാതെയാണ് എന്നും പഞ്ചായത്ത് ഭരണസാരഥ്യം വരാറ് ഉള്ളതും എന്നതും ഒരു മലപ്പട്ടത്തിൻ്റെ പ്രത്യേകത കൂടിയാണ്. ഇവിടെ കൂടുതലും കാർഷിക മേഖലയും സ്വയം തൊഴിൽ മേഖലകളും ഒക്കെയുള്ള ഒരു പഞ്ചായത്ത് കൂടിയാണ്. ലക്ഷ്മണനെ നമുക്ക് പുതുതായി പരിചയപ്പെടുത്തേണ്ട ഒരു വ്യക്തിത്വമല്ല. പി ലക്ഷ്മണൻ എന്ന് പറയുന്നത് ഒരു സാധാരണ പുരോഗമന പ്രസ്ഥാനങ്ങളിലൂടെ കടന്നുവന്നിട്ടുള്ള ഒരു വ്യക്തിത്വം കൂടിയാണ്. CPIM-ൻ്റെ ചൂളിയാട് ലോക്കൽ സെക്രട്ടറി കൂടിയായിരുന്നു ലക്ഷ്മണേട്ടൻ. അതിനുശേഷമാണ് ഇപ്പോൾ മലപ്പട്ടം പഞ്ചായത്തിൻ്റെ ഭരണസാരഥ്യം ഏറ്റെടുത്തുകൊണ്ട് പ്രസിഡന്റ് സ്ഥാനത്ത് കൂടി നിയമിതനാകുന്നത്. ലക്ഷ്മണ നമസ്കാരം. മലപ്പട്ടം ഇടതുപക്ഷ കോട്ടയാണ്. ആയതുകൊണ്ട് തന്നെ മലപ്പട്ടം പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മറ്റൊരു മത്സരാർത്ഥി ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ അടൂരിലെ 2ാം വാർഡിലേത് ഒഴിച്ചാൽ UDF-ന് അത് ഒരു സീറ്റ് കൂടി നിലനിർത്താൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. മലപ്പട്ടത്തിൻ്റെ ഒരു ചരിത്രം എടുത്ത് നമുക്ക് പരിശോധിക്കുമ്പോൾ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. മലപ്പട്ടം ടൗണിൻ്റെ സൗന്ദര്യവൽക്കരണം, മലപ്പട്ടത്തിനൊരു ബസ് സ്റ്റാൻഡ് സ്വന്തമായി വേണം, അതുപോലെ കുടിവെള്ള പ്രശ്നങ്ങളുള്ള മേഖലകളുണ്ട്, കാർഷിക മേഖലകളിലും കൂടുതൽ അഭിവൃദ്ധി വേണ്ട പ്രദേശങ്ങളുണ്ട്. അപ്പോൾ ഏതുതരം പ്രവർത്തനത്തിനാണ് ആദ്യ പരിഗണന ഇത്തവണത്തെ ഭരണസമിതി നൽകാൻ വേണ്ടി പോകുന്നത്? ഞങ്ങൾ അധികാരം ഏറ്റെടുത്തപ്പോൾ തന്നെ ഏറ്റവും പ്രധാനമായി നമ്മൾ കണ്ടിട്ടുള്ളത് ഒന്ന് നെൽകൃഷി അന്യം നിന്ന് പോകുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. അപ്പോൾ മലപ്പട്ടത്തിലെ തരിച്ചു കിടക്കുന്ന നെൽവയലുകൾ മുഴുവനും അടുത്ത പദ്ധതിയോടുകൂടി മുഴുവൻ വയലുകളും കൃഷി ചെയ്യാനും എന്നുള്ള ഒരു ദൃഢനിശ്ചയമാണ് ഭരണസമിതി ആലോചിച്ചിട്ടുള്ളത്. അങ്ങനെ വരുമ്പോൾ അനേകായിരം ആളുകൾക്ക് തൊഴിൽ കൊടുക്കാൻ വേണ്ടി പറ്റും. കാരണം ഇപ്പം തന്നെ തൊഴിലുറപ്പ് ഉൾപ്പെടെ പുറകോട്ട് പോകുന്ന സ്ഥിതിയിൽ നമ്മുടെ കാർഷിക സംസ്കാരം നിലനിർത്തുന്നതിൻ്റെ ഭാഗമായി കൃഷിക്ക് വളരെ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു തീരുമാനമാണ് ഇപ്പം നമ്മൾ എടുത്തിട്ടുള്ളത്. പിന്നീട് നമ്മൾ മലപ്പട്ടം ടൗൺ സൗന്ദര്യവൽക്കരണവുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ഇതിന് മുന്നേ തന്നെ സൗന്ദര്യവൽക്കരണവുമായി ബന്ധപ്പെട്ട് ചുഴാട് മേഖലകത്ത് നവോദയ ഗ്രന്ഥാലയം കേന്ദ്രീകരിച്ച് റോഡിൻ്റെ ഇരുവശങ്ങളിലായി ഏകദേശം 200-ഓളം മീറ്ററുകൾ പൂച്ചട്ടിയെല്ലാം വെച്ച് സൗന്ദര്യവൽക്കരണത്തിൻ്റെ ഭാഗമായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിപ്പോൾ ആലോചിക്കുന്നത് നമ്മളെ പഞ്ചായത്ത് അതിർത്തി കണിയാർവേലിൻ്റെ ഇപ്പുറത്തെ ഭാഗം മുതൽ ഏകദേശം മലപ്പട്ട സെൻറ്റർ വരെയുള്ള പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലെല്ലാം സൗന്ദര്യവൽക്കരണത്തിൻ്റെ ഭാഗമായി നല്ല പ്രവർത്തനം ഏറ്റെടുത്ത് നടത്തണം എന്നുള്ളൊരു ആലോചനയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അതോടൊപ്പം തന്നെ മലപ്പട്ടം ടൗണിൻ്റെ ശുചീകരണവുമായി ബന്ധപ്പെട്ട് ഈ റിപ്പബ്ലിക് ഡേക്ക് ജനുവരി 26-ാം തീയതി ഒരു മെഗാ ശുചീകരണ പദ്ധതി ആലോചിച്ചുകൊണ്ട് ശുചിത്വത്തിലൂടെ പ്രവർത്തനം ആരംഭിക്കണം എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ ആലോചിച്ചിട്ടുള്ളത്. അതൊരു വലിയ ക്യാമ്പയിനായി ഏറ്റെടുത്ത് നടത്തുകയും വരുന്ന കാലഘട്ടങ്ങളിൽ നമ്മുടെ ഈ ശുചീകരണ പ്രവർത്തനത്തിൽ ഒരു മാതൃകയായ പ്രവർത്തനം മലപ്പട്ടം പഞ്ചായത്ത് ഏറ്റെടുത്ത് നടത്തണം എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ ആലോചിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ലക്ഷ്മണ സൂചിപ്പിച്ചു വരെ ഇപ്പം കണിയാർവേലിൽ നിന്ന് ഇങ്ങോട്ടുള്ള സൗന്ദര്യ പ്രവർത്തികൾ പറഞ്ഞു. ഇപ്പം നമ്മൾ മുനമ്പട് കടവ് പാലം മുതൽ ഇങ്ങോട്ട് കഴിഞ്ഞ തവണത്തെ ഭരണസമിതി ചെടികൾ നടുകയും തൊഴിലുറപ്പ് ആളുകളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൂടുതൽ ഇപ്പോൾ പാർക്കും ഒക്കെ വന്നിട്ടുണ്ട്. അവിടെ നിന്ന് ഇങ്ങോട്ടും അത്തരം സൗന്ദര്യ പ്രവർത്തനങ്ങൾ ഈ നഗരത്തിന്റെ ഭാഗമാക്കി മാറ്റേണ്ടതല്ലേ ശരിക്കും? അതെ, പഞ്ചായത്ത് ഭരണം എന്നുള്ളത് ഒരു തുടർച്ചയായ പ്രവർത്തനമാണ്. ഇപ്പോൾ കഴിഞ്ഞ ഭരണസമിതി കാലത്ത് ഏറ്റെടുത്ത് വെച്ച പ്രവർത്തനങ്ങൾ അത് പൂർത്തീകരിക്കുകയും അത് നടത്തിയ പ്രവർത്തനങ്ങൾ അത് നല്ല നിലയിൽ ഉറപ്പിച്ചു നിർത്താനുള്ള പ്രവർത്തനം കൂടി ആലോചിക്കും. മുനമ്പ് കടവ് മുതൽ ഇപ്പം ടൂറിസത്തിൻ്റെ ഭാഗമായി വലിയ സാധ്യത മലപ്പട്ടത്ത് തുറന്നു വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മുനമ്പ് കടവ് മുതൽ മലപ്പട്ട സെൻറ്റർ വരെയും ഈ പ്രവർത്തനം ആലോചിക്കണം എന്നതിനെ ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. അതിന് പുറമെ ഒരു വലിയ കാർഷിക സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് ഒരു കാർഷിക ടൂറിസത്തിൻ്റെ ഭാഗമായി ഒരു കോടിക്കണക്കിന് രൂപയുടെ പ്രവർത്തനം നബാർഡുമായി ബന്ധപ്പെട്ട് നമ്മുടെ ആലോചനകൾ വന്നതാണ്. മലപ്പട്ടത്തിൻ്റെ മേഖലയിലെ പ്രധാനപ്പെട്ട തോടുകളെല്ലാം ശുചീകരിക്കുകയും അതോടൊപ്പം അതിൻ്റെ ഇരുവശങ്ങളിലും നടപ്പാത ഉൾപ്പെടെ ഒരുക്കിക്കൊണ്ട് ഈ മലപ്പട്ടം മുനമ്പ് കടവ് ടൂറിസത്തിനടുത്തേക്ക് വലിയ ഒരു പ്രൊജക്റ്റിൻ്റെ ഒരു ആലോചന കൂടി നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഈ തോട് ശുചീകരണം അതോടൊപ്പം അതിൻ്റെ വെള്ളത്തിൻ്റെ ഇതെല്ലാം വന്നതിന് ശേഷം കാർഷിക രംഗത്ത് വലിയ ഇടപെടൽ നടത്താൻ വേണ്ടി കഴിയും എന്നതിനെ ഇപ്പം ആലോചിക്കുന്നത് നബാർഡുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൂടി വരുമ്പോൾ കാർഷിക മേഖലയിൽ വലിയ ഒരു ഉണർവുണ്ടാക്കാൻ വേണ്ടി കഴിയും എന്ന് തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ മലപ്പട്ടത്തിന്റെ പൊതുവായി മലപ്പട്ടം വഴി കടന്നു പോകുന്ന പാതകളെല്ലാം ഭംഗിയായിട്ടുണ്ട്, നല്ല റോഡുകളായിട്ടുണ്ട്, മെച്ചപ്പെട്ടിട്ടുണ്ട്. പക്ഷെ നമുക്കിപ്പോൾ അടൂർ വഴിയുള്ള ഈ ബസ് ഗതാഗതം വളരെ കുറവാണ്. അതുകൂടിയുള്ള അതിലൂടെയുള്ള യാത്രാ ദുരിതം വളരെ കൂടുതലാണ്.
അപ്പോൾ കൂടുതലായിട്ട് ഇപ്പോൾ ചെങ്ങളായിലേക്കുള്ള അടൂർക്കടവ് പാലം കൂടി ഓപ്പൺ ആകുന്നതോടുകൂടി അതിനുള്ളൊരു പരിഹാരം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുക. എന്നാലും നമുക്ക് ഈ മേഖലയിൽ കൂടി ബസ്സുകൾ കൂടുതൽ സർവീസ് ലഭ്യമാകാൻ വേണ്ടിയുള്ള നടപടി എന്തെങ്കിലും വേണ്ടി ചെയ്യാൻ പറ്റുമോ? ഇപ്പം മലപ്പട്ടം മുതലുള്ളത് തളിപ്പറമ്പ് നിയോജകമണ്ഡലത്തിൽ വന്നതിന് ശേഷമാണ് നമുക്ക് വികസന പ്രവർത്തനങ്ങൾ ഏറെ വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഇരിക്കൂർ അസംബ്ലി നിയോജകമണ്ഡലത്തിൻ്റെ ഭാഗമായി വന്നപ്പോൾ എന്തോ കാരണത്താൽ നമ്മൾ മലപ്പട്ടം പഞ്ചായത്ത് വികസന രംഗത്ത് പുറകോട്ട് പോയിട്ടുണ്ട്. അത് ചിലപ്പോൾ MLA-യുടെ അന്നത്തെ ഇരിക്കൂർ MLA-യുടെ പ്രവർത്തനം കൂടുതൽ മലപ്പുറത്തേക്ക് എത്താതുകൊണ്ടാവാം, അല്ലെങ്കിൽ എന്തോ കാരണത്താൽ ഇല്ലാത്ത അവസ്ഥ വന്നു. അങ്ങനെയാണ് തളിപ്പറമ്പ് മണ്ഡലത്തിൻ്റെ ഭാഗമായി നമ്മളെ പഞ്ചായത്ത് അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ പിന്നീട് ജെയിംസ് മാത്യു MLA വരികയും പിന്നീട് ഗോവിന്ദമാഷ് MLA വരികയും ചെയ്തതോടുകൂടി നമ്മുടെ പശ്ചാത്തല മേഖല വളരെ നല്ല നിലയിൽ വരാൻ വേണ്ടി കഴിഞ്ഞു. പ്രധാനപ്പെട്ട റോഡുകളെല്ലാം മെക്കാടായി വന്നിട്ടുണ്ട്. അതുപോലെ പഞ്ചായത്തിൻ്റെ ഫണ്ടും എല്ലാം ഉപയോഗപ്പെടുത്തി പ്രാദേശിക റോഡുകളെല്ലാം ഗതാഗത യോഗ്യമായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പം അടൂർ റോഡ് പണ്ടൊരു പ്രയാസം ഉണ്ടായത്, ആദ്യം മെക്കാടൻ റോഡ് അടൂർ വഴി വന്നപ്പോൾ ഈ ചുഴാട് മേഖലകൾക്ക് ഒരു സംശയം ഉണ്ടായിരുന്നു, ആ റോഡ് മെക്കാടായി വന്നാൽ ഇങ്ങനെ കണിയാറുകൾ ഭാഗത്തേക്ക് വാഹന സൗകര്യം ഉണ്ടാവില്ല എന്നുള്ള ചർച്ചയുണ്ടായിരുന്നു. പക്ഷെ അത് അസ്ഥാനത്തായി. കാരണം ഏറ്റവും കൂടുതൽ ജനങ്ങളുള്ള സ്ഥലം നോക്കി ബസ്സുകാർ പുറവിട്ടെടുക്കുന്ന നില വന്നു. അങ്ങനെയാണ് അടൂർ ഭാഗത്തേക്കുള്ള ബസ് ഗതാഗതത്തിൻ്റെ എണ്ണത്തിൽ കുറവ് വന്നിട്ടുള്ളത്. പക്ഷെ നമ്മൾ ചെങ്ങളായി അതുപോലെ തന്നെ അടൂർ കടവ് പാലും കൂടി വരുന്നതോടുകൂടി തളിപ്പറമ്പിൽ ഇങ്ങോട്ട് വാഹന ഗതാഗതം വരുമ്പോൾ ഏറ്റവും കൂടുതൽ സാധ്യത അതിൽ വരുന്നാൽ മയിൽ വഴി കണ്ണൂരേക്ക് പോകാനും അതുപോലെ തന്നെ മയിൽ താഴോട് വഴി മട്ടൂരിലേക്കെല്ലാം പോകാൻ എളുപ്പ സൗകര്യം വരും. അങ്ങനെ ആ അടൂർ ഭാഗത്തെ ഗതാഗത പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി കഴിയുമെന്നല്ല, അങ്ങനെ കഴിയാൻ ബന്ധപ്പെട്ട അധികൃതരുമായി ബന്ധപ്പെട്ട് വാഹന സൗകര്യം ഉണ്ടാക്കാനുള്ള ശ്രമം കൂടി ഞങ്ങളുടെ ഭാഗത്ത് ഉണ്ടാവും എന്നാണ് സൂചിപ്പിക്കേണ്ടത്. മറ്റൊന്നുകൂടെ സൂചിപ്പിച്ചോളൂ, ഇപ്പം നമ്മൾ ഈ പാലം യാഥാർത്ഥ്യമാകുന്ന കാര്യം പറഞ്ഞു. അപ്പം നമ്മൾ ചെങ്ങളായി പഞ്ചായത്തുമായി യോജിച്ചുകൊണ്ട് ഈ ഒരു ടൂറിസം, പുഴയോര ടൂറിസത്തിന് കൂടുതൽ സാധ്യതയുള്ള ഒരു മേഖല കൂടിയായിരിക്കും അടൂർക്കടവും ചെങ്ങളായും. അപ്പോൾ ഈ രണ്ട് പഞ്ചായത്തുകളും ചേർന്നുകൊണ്ട് തന്നെ ഇത്തരം ഒരു കയാക്കിങ് പോലെയുള്ള സംരംഭങ്ങളോ അല്ലെങ്കിൽ ഇത്തരം ടൂറിസ്റ്റ് ഒരു പ്ലേസോ നിർമ്മാണ പ്രവർത്തനങ്ങളോ അങ്ങനെയുള്ള ഒരു വഴിക്ക് ആലോചന നടത്താൻ വേണ്ടി കഴിയുമോ നമുക്ക്? അങ്ങനെ ഇപ്പം നമ്മൾ ആലോചിക്കുന്നത്, ഇപ്പം മുൻപ് കടവ് ടൂറിസത്തിൻ്റെ ഭാഗമായി ചെങ്ങളായി വരെ ഞങ്ങളിപ്പം ബോട്ട് ജെട്ടിയായി ബന്ധപ്പെട്ട് ഒരു ഇടപെടൽ നടത്തുന്നുണ്ട്. ഒരു 2-3 ബോട്ട് ജെട്ടികളുണ്ടായി ചെങ്ങളായി വരെ ബോട്ട് സർവീസ് ഉണ്ടാവുകയും അങ്ങനെ വരുമ്പോൾ നമുക്ക് ആ ബോട്ട് ജെട്ടിയുടെ ഉപയോഗവും അതുപോലെ തന്നെ ബോട്ടും കൂടി കടന്നു വന്നു കഴിഞ്ഞാൽ ചെങ്ങളായി ബന്ധപ്പെട്ട് മലപ്പട്ടം പഞ്ചായത്ത് 2 പഞ്ചായത്തുകളും യോജിച്ചുകൊണ്ട് ആ പുഴയോരെല്ലാം കേന്ദ്രീകരിച്ച് ടൂറിസത്തിൻ്റെ ഭാഗമായി ചില പ്രവർത്തനങ്ങളെ സംഘടിപ്പിക്കാൻ വേണ്ടി കഴിയും. അത് പറശ്ശിനിക്കടവ് മുതൽ ഇങ്ങോട്ട് ബോട്ട് സൗകര്യം വരുമ്പോൾ നമുക്ക് ഈ ജല ടൂറിസവുമായി ബന്ധപ്പെട്ട് നല്ല പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്താൻ വേണ്ടി കഴിയുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. അതുപോലെ സ്വയം തൊഴിൽ മേഖലകൾ ഒരുപാട് ഉള്ള ഒരു പഞ്ചായത്ത് കൂടിയാണ് മലപ്പട്ടം. സ്പൈസസ് പോലെയുള്ള സംരംഭങ്ങൾ. അപ്പം അത്തരം കൂടുതൽ സംരംഭങ്ങൾ തുടങ്ങാൻ വേണ്ടിയിട്ട് പഞ്ചായത്തിൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഈ കൂടുതൽ സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിനുള്ള സ്ഥാപനങ്ങൾ തുടങ്ങുന്നതിന് വേണ്ടിയുള്ള എന്തെങ്കിലും കർമ്മ പദ്ധതികൾക്ക് രൂപം കൊടുക്കാൻ ഇപ്പോഴത്തെ ഭരണസമിതി ആലോചിക്കുന്നുണ്ട്? എങ്ങനെ പുതിയ പദ്ധതി ഇപ്പം ഈ ഫെബ്രുവരിയോടുകൂടി പുതിയ പദ്ധതിക്ക് രൂപം കൊടുക്കണം എന്നുള്ളതാണ് ഇപ്പം ഗവൺമെൻറ് സർക്കുലർ വന്നിട്ടുള്ളത്. അങ്ങനെ ഇപ്പം നിലവിൽ സ്പൈസസ് ഒരു പ്രധാനപ്പെട്ട സഹകരണ സ്ഥാപനമായി മാറിയിട്ടുണ്ട്. ചില വ്യക്തികളെല്ലാം കൂടി കുറേയേറെ സ്വയം സഹായ സംഘങ്ങളുടെ ഭാഗമെല്ലാം വന്ന് കുറേയേറെ ഇത്തരത്തിലുള്ള സാധ്യതകൾ വെച്ച് കുറേയേറെ വ്യവസായ സ്ഥാപനങ്ങൾ ചെറുകിടങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷേ ഒരു വലിയ വ്യവസായ സാധ്യത മലപ്പുറം തുറന്നു കൊടുക്കണം എന്ന് തന്നെ ഇപ്പോൾ നമ്മൾ ആലോചിച്ചുള്ളത്. നിലവിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് കഴിഞ്ഞ തവണ നമ്മൾ വലിയ ശ്രമം നടത്തിയതാണ്. പക്ഷേ നമുക്ക് സാധിച്ചില്ല. പക്ഷേ ഇത്തവണയെങ്കിലും നമുക്ക് ചെറിയ വ്യവസായ യൂണിറ്റുകൾ ഈ പഞ്ചായത്തിനകത്ത് കൊണ്ടുവന്ന് കുറേയേറെ ചെറുകിട സംരംഭങ്ങൾ ആരംഭിക്കണം എന്ന് തന്നെ ഇപ്പോൾ നമ്മുടെ ആലോചനയുണ്ട്. അതുപോലെ തന്നെ ഒന്ന് ചോദിച്ചോ, നമുക്ക് ഈ പൊതു കളിസ്ഥലം ഇപ്പോൾ നമ്മുടെ ഈ പഞ്ചായത്തിലുണ്ടോ? മലപ്പട്ടം പഞ്ചായത്തിൽ പൊതുവായൊരു കളിസ്ഥലം ഉണ്ടോ? പൊതുവായി 2 കളിസ്ഥലം ഇപ്പോൾ നമ്മുടെ മുമ്പിൽ സർക്കാരിൻ്റെ കാര്യത്തിൽ പറയാനുള്ളത്. ഒന്ന് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ മുമ്പിൽ നല്ലൊരു കളിസ്ഥലമുണ്ട്. പക്ഷെ അത് പൊതുജനങ്ങൾക്കായിട്ട് ഉപയോഗിച്ച് ഒരു വലിയ പ്രയാസം ഇപ്പം വന്നിട്ടുണ്ട്. മുമ്പെല്ലാം എല്ലാ ആളുകളും വന്ന് കളിക്കുന്ന സ്ഥലമായി മാറിയിട്ടുണ്ട്. പക്ഷെ അത് ആ സ്കൂളിൻ്റെ അച്ചടക്കത്തെല്ലാം ബാധിക്കും എന്നുള്ള നിലയിൽ അത് അങ്ങനെ പബ്ലിക്കായി തുറന്നു കൊടുക്കുന്ന നില വരുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ പഞ്ചായത്തിൻ്റെ ഒരു ഓപ്പൺ സ്റ്റേഡിയം എന്നുള്ള നിലയിൽ വലിയൊരു സാധ്യത മുന്നിലുണ്ട്. ഇപ്പോൾ നല്ലൊരു സ്റ്റേഡിയം ഉണ്ട്. അതിന് ലക്ഷക്കണക്കിന് ഉറുപ്പികയുടെ ഒരു പദ്ധതി ഇപ്പം വന്നിട്ടുണ്ട്. അത് വരുന്നതോടെ ആ സ്റ്റേഡിയത്തിൻ്റെ വിപുലീകരണം വരും. ആ വിപുലീകരണം വന്നാൽ നല്ലൊരു കളിസ്ഥലമായി മാറാൻ വേണ്ടി കഴിയും. പിന്നീട് കുളന്ത നല്ലൊരു കളിസ്ഥലമുണ്ട്. അത് അടുത്ത AKG ഗ്രന്ഥാലയവുമായി ബന്ധപ്പെട്ട് കൈൽഡ് സ്പോർട്സ് കമ്പനിയുടെ നേതൃത്വത്തിലുള്ള ഒരു കളിസ്ഥലം. ഇപ്പം ബ്ലോക്ക് പഞ്ചായത്ത് മേളയും അതുപോലെ തന്നെ പഞ്ചായത്തിൻ്റെ കായിക മേളക്കെല്ലാം ഫുട്ബോളും അതുപോലെ തന്നെ ഇതെല്ലാം നടക്കുന്ന ഒരു നല്ലൊരു ഗ്രൗണ്ട് കുളന്തയിലുണ്ട്. അത് പ്രധാനപ്പെട്ട 3 ഗ്രൗണ്ടുകളാണ് ഇപ്പോൾ നമ്മുടെ പഞ്ചായത്തുണ്ട്. പക്ഷേ നമ്മുടെ ഇടതുപക്ഷ ജനാധിപത്യ വേണ്ടി ഗവൺമെൻറ്റിൻ്റെ തീരുമാനത്തിന് ഭാഗമായി വാർഡുകളിൽ ഒരു കളിസ്ഥലം എന്നുള്ളൊരു പ്രൊജക്റ്റ് ഗവൺമെൻറ് നമ്മുടെ മുന്നിൽ വെക്കുന്നുണ്ട്. പക്ഷെ അത് വെച്ച് ഇതിൻ്റെ ഒരു പ്രധാന ഭാഗമായ ചൂടിയാട് മേഖലക്കകത്ത് ചെറിയൊരു കളിസ്ഥലം എന്നുള്ളൊരു പ്രശ്നം ഇപ്പോൾ നിലവിലുണ്ട്.
അതുവഴി എങ്ങനെയെങ്കിലും പരിഹരിക്കണം എന്നുള്ള നിലയിലാണ് ഇപ്പോൾ നമ്മൾ ആലോചിക്കുന്നത്. എന്തായാലും വാർഡിനകത്തൊരു കളിസ്ഥലം എന്നുള്ള പദ്ധതി ഗവൺമെൻറ് തുടങ്ങി വെച്ചപ്പോൾ നമുക്ക് എന്തായാലും അതൊരു പ്രതീക്ഷയുണ്ട്. അതുകൊണ്ട് ഒരു വേണ്ടപ്പെട്ട കളിസ്ഥലം കൂടി കിട്ടാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് നമ്മളിപ്പോൾ മറ്റൊന്നുകൂടെ സൂചിപ്പിച്ചോട്ടെ. നമ്മളിപ്പം പെരുന്തലേരി CRC പോലുള്ള നല്ലൊരു ക്ലബ്ബുകൾ, CRC വോളിബോൾ രംഗത്തും എല്ലാ കലാ സാംസ്കാരിക രംഗത്തെല്ലാം ഇടപെടുന്ന ഒരു ജീവനുള്ള ഒരു ക്ലബ്ബാണ് CRC. അതുപോലെ തന്നെയാണ് ചുള്ളിയാട് നവോദയ. നവോദയക്കും ഇതുപോലെ അവിടെ CRCയിൽ ഇപ്പോൾ ജില്ലാ പഞ്ചായത്തിന്റെ പദ്ധതിയിലാന്ന് തോന്നുന്നു ഒരു ഇൻഡോർ സ്റ്റേഡിയം പണിതിട്ടുണ്ട്. അപ്പോൾ അതുപോലെയുള്ള ഒരു ഇൻഡോർ സ്റ്റേഡിയം നമുക്ക് ഈ നവോദയ, ചുള്ളിയാട് നവോദയ പോലുള്ള ക്ലബ്ബുകൾക്ക് ജില്ലാ പഞ്ചായത്തിൽ ഇടപെട്ടോ ബ്ലോക്ക് പഞ്ചായത്തിൽ ഇടപെട്ടോ ഇപ്പം നമുക്ക് പ്രസിഡന്റുമാരോ അല്ലെങ്കിൽ ബ്ലോക്കിലെ സ്കീമോ അല്ലെങ്കിൽ ജില്ലാ പഞ്ചായത്ത് സ്കീമോ ഉപയോഗിച്ച് CRC പോലെ നമുക്ക് ഈ നവോദയക്കും ഒരു ഇൻഡോർ സ്റ്റേഡിയം നിർമ്മിക്കുന്നതിനുള്ള ഒരു ആലോചന നടത്താൻ വേണ്ടി കഴിയും. അത് ഓൺ ഫണ്ട് ഇല്ലാത്തൊരു പഞ്ചായത്ത് നമ്മുടെ പഞ്ചായത്ത്. കാരണം കെട്ടിട നികുതിയും തനത് വരുമാനം ഏറ്റവും കുറഞ്ഞൊരു പഞ്ചായത്താണ് കണ്ണൂർ ജില്ലക്കകത്ത്. പിന്നെ ഏറ്റവും ചെറിയ പഞ്ചായത്ത് എന്നുള്ള നിലയിലും അതുപോലെ തന്നെ വളപട്ടണം ന്യൂമാഹിയെല്ലാം ഉണ്ടെങ്കിലും നമ്മുടെ പഞ്ചായത്തിൽ ജനസംഖ്യയും കുറവാണ്. അതുപോലെ തന്നെ വരുമാനത്തിലും വലിയ കുറവുണ്ട്. അതുപോലെ തന്നെ ഈ കെട്ടിട നികുതി, അതുപോലെ തന്നെ പ്രൊഫഷണൽ ടാക്സ്, അങ്ങനെ അത്യാവശ്യം നികുതികൾ കൊണ്ടാണ് കാര്യങ്ങളെല്ലാം ഒപ്പിച്ചു പോകുന്നത്. കഴിഞ്ഞ ഭരണസമിതി കാലത്ത് 5-6 മാസമെല്ലാം ഓണറേറിയം കൊടുക്കാൻ വേണ്ടി സാധിച്ചില്ല. പിന്നെ ഉദ്യോഗസ്ഥന്മാർ ശമ്പളം കൊടുക്കാൻ പറ്റാത്തൊരു പ്രശ്നങ്ങൾ നിലവിലുണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം ഗവൺമെൻറ് പരിഹരിച്ച് ഇപ്പോൾ തനത് വരുമാനം ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശത്തിൻ്റെ ഭാഗമായി തനത് വരുമാനം വർദ്ധിപ്പിക്കാൻ ഈ പഞ്ചായത്ത് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് നവോദയ പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥാലയം തന്നെയാണ് മലപ്പുറം പഞ്ചായത്തിനകത്തുള്ളത്. പിന്നെ ഈ താലൂക്ക് തലത്തിൽ തന്നെ ആദ്യമായി ഏറ്റവും നല്ല ഗ്രന്ഥാലയത്തിന് അവാർഡെല്ലാം മേടിച്ചൊരു ഗ്രന്ഥാലയമാണ്. അപ്പോൾ ഇപ്പം പഞ്ചായത്തിനകത്ത് 19ഓളം ഗ്രന്ഥശാലകളുണ്ട്. അതിൽ ഏറ്റവും മുമ്പിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഗ്രന്ഥാലയം തന്നെയാണ് നവോദയ ഗ്രന്ഥാലയം. അതിൻ്റെ മറ്റ് പിന്നെ പശ്ചാത്തല സൗകര്യങ്ങളെല്ലാം മെച്ചപ്പെട്ടിട്ടുണ്ട്. ഇപ്പം അവിടെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു സ്റ്റേജ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പം അവിടെയുള്ള ആളുകളുടെ ആഗ്രഹം അതിനൊരു ഇൻഡോർ സ്റ്റേഡിയം വേണം എന്ന് തന്നെയാണ്. അപ്പോൾ അത് MLA ശ്രദ്ധയിൽപ്പെടുത്തി അല്ലെങ്കിൽ ജില്ലാ പഞ്ചായത്തിൻ്റെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ സഹായത്തോടെ നേടണം എന്ന് തന്നെ നമ്മൾ ആഗ്രഹിക്കുന്നത്. അതിൻ്റെ കാരണം ഏറ്റവും കൂടുതൽ ഗ്രന്ഥശാലകളുടെ പഞ്ചായത്ത് എന്നുള്ള നിലയിലും ഏറ്റവും കൂടുതൽ ഈ ഗ്രന്ഥശാലകളെല്ലാം പ്രോത്സാഹിക്കുന്ന ജനങ്ങളുള്ള ഒരു പഞ്ചായത്ത്, സാംസ്കാരിക കലാ മേഖലകളിലെല്ലാം ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ജനങ്ങളുള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഈ മേഖലക്കകത്തും നവോദയ വായനശാല കേന്ദ്രീകരിച്ച് ഒരു ഇൻഡോർ സ്റ്റേഡിയം ഉണ്ടാവണം എന്ന് തന്നെയാണ് നമ്മുടെ ആഗ്രഹം. അതിനുള്ള ഒരു ശ്രമം കൂടി നമ്മുടെ ഈ ഭരണസമിതി ആലോചിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് പറയേണ്ടത്. കുടിവെള്ള പദ്ധതി സംബന്ധിച്ച് ഈ പഞ്ചായത്തിനകത്ത് ഒരുപാട് ബുദ്ധിമുട്ടുള്ള പ്രദേശം ഉണ്ടെന്ന് തോന്നുന്നു. കുടിവെള്ളത്തിന്റെ പദ്ധതിയെക്കുറിച്ചുള്ള പുതിയ ഒരു എന്തെങ്കിലും പ്രപ്പോസൽ ഉണ്ട്? കുടിവെള്ള പദ്ധതിക്ക് അങ്ങനെ പ്രയാസം ഇപ്പം നേരിടുന്നില്ല. ഒന്ന്, നമ്മളെ ഈ കുടിവെള്ള പദ്ധതി വന്നതോടുകൂടി നമ്മുടെ പഞ്ചായത്ത് പിന്നെ സമ്പൂർണ്ണ കുടിവെള്ള പിന്നെ ഉള്ള ഒരു പഞ്ചായത്തായി മാറിയിട്ടുണ്ട്. ഇപ്പം ഏതെങ്കിലും അത്യാവശ്യം ചില വീടുകൾ മാത്രമാണ് കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായിട്ട് വരാതിരുന്നത്. ആ വരാത്ത സ്ഥലങ്ങളിൽ കുടിവെള്ളം എത്തിക്കാൻ്റെ പദ്ധതി നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷേ ഏകദേശം 98% വീടുകളിലും കുടിവെള്ളം ലഭ്യമാകുന്ന ഒരു പഞ്ചായത്തായി ഇപ്പോൾ മാറിയിട്ടുണ്ട്. അങ്ങനെ ഇപ്പം പുതുതായെല്ലാം വരുന്ന വീടുകൾ മാത്രമാണ് ഈ കണക്ഷൻ ലഭ്യമല്ലാത്തത്. അപ്പോൾ അതുകൂടി നമ്മൾ PWDയുമായി ബന്ധപ്പെട്ട് വാട്ടർ അതോറിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അവരുമായി ബന്ധപ്പെട്ട് എല്ലാ സ്ഥലങ്ങളിലും കൊടുക്കാനുണ്ട്. പക്ഷേ ആ പദ്ധതിയുടെ ഭാഗമായിട്ട് കൊടുക്കാൻ വേണ്ടി കഴിയില്ല. ഇനി നമ്മൾ ആ കുടിവെള്ള പദ്ധതി കണക്ഷൻ എടുക്കണമെങ്കിൽ സ്വന്തമായി നമ്മൾ കാശ് അടച്ചിട്ട് വേണം എടുക്കാൻ. മുമ്പ് ഒരു 2500 രൂപ നമ്മൾ പിന്നെ ഗുണഭോക്തൃ വീതം അടച്ചിട്ടാണ് ഈ പഞ്ചായത്ത് മിക്കവാറും കണക്ഷൻ എടുത്തിട്ടുള്ളത്. പക്ഷേ ആ പദ്ധതി ഇപ്പോൾ നിലവിലില്ല. അപ്പോൾ നമുക്കിപ്പോൾ വേണമെങ്കിൽ ഓരോരുത്തരും പിന്നെ ഏകദേശം മിനിമം 7500 രൂപയും അടച്ചിട്ട് വേണം ഈ കണക്ഷൻ എടുക്കാൻ. അങ്ങനെ അപൂർവം ചില വീടുകളേ ഉള്ളൂ. അപ്പോൾ അതും കൂടി നമ്മൾ മുന്നിൽ വന്നാൽ അവരെ കൂടി എടുത്തു കൊടുക്കേണ്ട സംവിധാനം നമ്മൾ ആലോചിക്കും എന്നാണ് പറയേണ്ടത്. നമ്മൾ നേരത്തെ ബസ് സ്റ്റാൻഡിൻ്റെ കാര്യം സൂചിപ്പിച്ചു. അപ്പോൾ ബസ് സ്റ്റാൻഡിന് വേണ്ടിയുള്ള സ്ഥലമെടുപ്പ് കാര്യങ്ങൾ, അത്തരം കാര്യങ്ങൾ എന്തെങ്കിലും നീങ്ങിയിട്ടുണ്ടോ? ഇനിയിപ്പോൾ നിലവിൽ എന്തെങ്കിലും ചെയ്യാനുള്ള സാധ്യതയുണ്ടോ ഈ ഭരണസമിതി കാലത്തെങ്കിലും? ബസ് സ്റ്റാൻഡിൽ സ്ഥലം കണ്ടെത്തുക എന്നുള്ളത് മലപ്പുറത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രയാസമുള്ള കാര്യമാണ്. ഒന്ന്, പ്രധാനപ്പെട്ട മലപ്പുറത്തിൻ്റെ ടൗണുമായി ബന്ധപ്പെട്ട് ബസ് ധരിക്കാനും പോകാനും പറ്റുന്ന ഒരു സ്ഥലം എല്ലാം ഇപ്പം പ്രൈവറ്റുകാരുടെ കൈവിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ ടൗണിൻ്റെ അടുത്ത സ്ഥലം എന്നുള്ളതിൽ അത് നമുക്ക് ഏറ്റെടുക്കേണ്ട പ്രയാസമുണ്ട്. പിന്നീട് കുറച്ച് ദൂരെ പോയി ഒരു ബസ് സ്റ്റാൻഡ് മാത്രം ആക്കാനുള്ള ഒരു സാധ്യതയും മലപ്പുറത്തില്ല. കാരണം ഏതെങ്കിലും കുറച്ച് ദൂരെ പോയി ഒരു ബസ് സ്റ്റാൻഡ് ഉണ്ടാക്കിയ ആ ബസ് സ്റ്റാൻഡിൻ്റെ വികസനം ഉണ്ടാവാൻ സാധ്യതയില്ല. നമ്മൾ മുമ്പ് ഒരു ആലോചന നടത്തി വന്നു, മലപ്പുറത്ത് ഒരു ബസ് സ്റ്റാൻഡ് വേണം, ഇതിന് പരിസര പ്രദേശങ്ങളുടെ സ്ഥലങ്ങൾ അന്വേഷിച്ച് വെച്ചതാണ്. അപ്പം അന്നത് നടന്നില്ല. ഇനിയിപ്പം ഭാവിയിൽ നമുക്കൊരു ആലോചന നടത്തി പറ്റുമെങ്കിൽ ഒരു ബസ് സ്റ്റാൻഡ് സ്ഥലം കൂടി കണ്ടെത്തണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഒരു കാര്യം കൂടിയാണല്ലേ അത്? അത് നമ്മുടെ മുമ്പിലുള്ള ഒരു പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്. അതുപോലെ നമ്മൾ ഈ SS കോളേജ് 16 പറമ്പ് റോഡ്
ശരിക്കും ഒരുപാട് വാഹനങ്ങൾ ഇപ്പോൾ കടന്നു പോകുന്ന റോഡാണ്. പക്ഷേ ശ്രീകണ്ഠൻ നഗരസഭയുടെ ഒരു പകുതി ഭാഗം കൂടി വരുന്നുണ്ടല്ലോ. അപ്പോൾ അത് കൂടുതൽ ഡെവലപ്പ് PWD ഏൽപ്പിക്കുന്നതിനുള്ള എന്തെങ്കിലും നടപടി സ്വീകരിക്കാൻ വേണ്ടി നമ്മുടെ ഈ മലപ്പുറം പഞ്ചായത്ത് ഇപ്പോൾ നിലവിൽ കാട് വയ്ക്കാൻ പോലും 2 മലപ്പുറത്താട്ടെ ശ്രീകണ്ഠൻ നഗരസഭ ആരും തയ്യാറാകുന്നില്ല. അത് ഇപ്പോഴും കട്ടർ പിടിച്ച് വളരെ ദുർഘടമായ യാത്രയാണ് അനുഭവപ്പെടുന്ന ഒരു റോഡാണ്. അതിനെന്തെങ്കിലും വികസനങ്ങൾ ചെയ്യാൻ വേണ്ടി PWD ഏൽപ്പിക്കാൻ വേണ്ടി എന്തെങ്കിലും മലപ്പുറം പഞ്ചായത്ത് നിലയിൽ ചെയ്യാൻ വേണ്ടി പറ്റുമോ? അതിപ്പോൾ എന്നാ വിഷയം എന്ന് വെച്ചാൽ മലപ്പുറം പഞ്ചായത്തിനകത്ത് കൂടി വന്ന 500 മീറ്റർ റോഡ് മാത്രമേ മലപ്പുറം പഞ്ചായത്തിന് കൈവശമുള്ളൂ. ബാക്കി മുഴുവൻ സ്ഥലവും ശ്രീകണ്ഠൻ മുനിസിപ്പാലിറ്റിയുടെ കൈവശമാണ്. അവർ പലപ്പോഴും ഇതിൻ്റെ ഈ കാട് വയ്ക്കുന്ന ഉൾപ്പെടെയുള്ള ഇപ്പോൾ പറയുന്നത് ഞങ്ങളുടെ റോഡിൻ്റെ അതിർത്തി ഇത്രയാണ് എന്ന് പറഞ്ഞ് വയക്കുന്ന നിർത്തുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ പോയി പറഞ്ഞത് നിങ്ങളുടെ അതിർത്തി നമ്മുടെ പഞ്ചായത്തിൻ്റെ 500 മീറ്റർ ഇപ്പുറം വരെ ശ്രീകണ്ഠൻ മുനിസിപ്പാലിറ്റി സ്ഥലമാണ്. അതുകൊണ്ട് നിങ്ങൾ ആ സ്ഥലം ഏറ്റെടുത്ത് നിങ്ങൾ തന്നെ ഇതിൻ്റെ എല്ലാം കാര്യങ്ങൾ നിർവഹിക്കണം എന്ന് പറഞ്ഞപ്പോൾ അതിന് വേണ്ടത്ര ഒരു പരിഗണന നമുക്ക് ലഭിച്ചില്ല. പക്ഷെ നമ്മുടെ ആഗ്രഹം അതൊരു ബൈപ്പാസ് റോഡാണ്. കാരണം വെള്ളമെല്ലാം കയറുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ വാഹനം പോകുന്ന റോഡായി ഈ SCS കോളേജ് റോഡ് മാറിയിട്ടുണ്ട്. അതിപ്പോൾ നിലവിൽ 4 മീറ്റർ റോഡ് 5 മീറ്റർ റോഡാണ് പലപ്പോഴും ഉള്ളത്. SCS കോളേജിലാണ് നിരവധി കുട്ടികൾ വരുന്നത്, നിരവധി വാഹനങ്ങൾ വരുന്നത്. പക്ഷേ മുനിസിപ്പാലിറ്റി അങ്ങനെ ഒരു ഇടപെടൽ നടത്തുന്നില്ല. പക്ഷെ എന്തായാലും ഞങ്ങൾ അത് എന്തായാലും ഒരു മെക്കാഡം റോഡ് ചെയ്യണം എന്നുള്ള നിലയിലേക്ക് ഒരു ആലോചന വന്നിട്ടുണ്ട്. അത് ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് ഈ റോഡ് ഏറ്റെടുത്തുകൊണ്ട് ഒരു നല്ല ഒരു ബൈപ്പാസ് റോഡ് എന്നുള്ള നല്ല പരിഗണന വെച്ച് കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷ നമുക്കുണ്ട്. കാരണം വെള്ളം കയറിയാൽ ഏറ്റവും കൂടുതൽ വാഹനം പോകുന്നത് SCS കോളേജ് റോഡ് വഴിയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്കതൊരു ബൈപ്പാസ് റോഡിൻ്റെ ഒരു സാധ്യത വെച്ച് നമുക്ക് എന്തായാലും അത് ഏറ്റെടുത്ത് നടത്താൻ വേണ്ടി കഴിയും. നമുക്ക് ഗവൺമെൻറ് എടുക്കുന്നത് മേടിക്കാൻ കഴിയുമെന്നുള്ള വിശ്വാസം ഇപ്പം നമ്മുടെ മുമ്പിലുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഇപ്പം മലപ്പുറം പഞ്ചായത്തിലെ പൊതു ശ്മശാനം അത് ശരിക്കും പറഞ്ഞാൽ തൊട്ടടുത്ത പഞ്ചായത്തുകൾക്കും നഗരസഭകൾക്കും എല്ലാം ഒരു മാതൃകയാണ് അതിൻ്റെ പ്രവർത്തനം. ഇപ്പോൾ ഗ്യാസ് ശ്മശാനത്തിലേക്ക് മാറി അതൊക്കെ നല്ല ഒരു പുരോഗതിയിലെത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ ആരോഗ്യരംഗം നമ്മുടെ മലപ്പുറം പഞ്ചായത്തിലെ ആശുപത്രികൾ മികച്ച രീതിയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഹോമിയോ ആകട്ടെ, ആയുർവേദ ഡിസ്പെൻസറി ആകട്ടെ, മൃഗാശുപത്രികളാകട്ടെ എല്ലാം അതിൻ്റെ പുരോഗമന പാതയിൽ തന്നെയാണ്. അപ്പോൾ കൂടുതലായിട്ട് ആരോഗ്യരംഗത്ത് എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട്? ആരോഗ്യരംഗത്ത് ഇപ്പം വളരെ മെച്ചപ്പെട്ട നിലയിൽ തന്നെയാണ് പഞ്ചായത്തിൻ്റെ പ്രവർത്തനം പോകുന്നത്. ചിലപ്പോൾ ചില പ്രയാസങ്ങൾ ഇപ്പം ഉത്സവമെല്ലാം വരുമ്പോൾ ശബരിമല സീസൺ വരുന്ന ഘട്ടത്ത് അവിടെയുള്ള ഉദ്യോഗസ്ഥന്മാർ ചിലപ്പോൾ ശബരിമല ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട് ചിലപ്പോൾ ഒരു മാസം പിടിക്കുമ്പം ഒരു പ്രയാസം നമ്മൾ നേരിടാറുണ്ട്. അങ്ങനെ എന്തെങ്കിലും അത്യാവശ്യ ഘട്ടങ്ങളിൽ ഉദ്യോഗസ്ഥന്മാർ മറ്റു വഴിയിലേക്ക് തിരിച്ചു വിടുമ്പോഴാണ് ചെറിയ പ്രയാസം ഉണ്ടാകുന്നത്. ഇപ്പം കൃത്യമായി 3 ഡോക്ടർമാർ നമ്മുടെ ആശുപത്രി വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ 6 മണി വരെയുള്ള OP എല്ലാം നല്ല നിലയിൽ പോകുന്ന ഒരു നിലയുണ്ട്. അതിൻ്റെ കെട്ടിട വിപുലീകരണത്തിൻ്റെ ഭാഗമായി വലിയൊരു കെട്ടിടം നമുക്ക് പോകുന്നുണ്ട്. പക്ഷെ അതിനകത്ത് ഇനി അനുബന്ധ സാമഗ്രികൾ ഇനിയും കുറച്ച് വരാനുണ്ട്. അത് വന്നാൽ മാത്രമേ അതിൻ്റെ പ്രവർത്തനം നടത്താൻ വേണ്ടിയുള്ളൂ. കിടത്തി ചികിത്സ എന്തായാലും നമുക്ക് സാധ്യമല്ല എന്ന് തന്നെയാണ് സൂചിപ്പിക്കേണ്ടത്. ഒരു കിടത്തി ചികിത്സയുടെ ഭാഗമായി ഈ FHS ഉയർന്നു വന്നിട്ടില്ല. അങ്ങനെ വരാനും സാധ്യത ഇല്ല. കാരണം കിടത്തി ചികിത്സ നമ്മൾ ആഗ്രഹിക്കാത്ത ഒരു കാര്യമാണ്. കാരണം അതിന് വേണ്ടുന്ന ഫെസിലിറ്റീസ് കുറേ കൂടുതലാണല്ലോ. അതുകൊണ്ട് ഗവൺമെൻറ് അതിൽ വരാൻ സാധ്യതയില്ല. കുടുംബാരോഗ്യ കേന്ദ്രം എന്നുള്ള നിലയിൽ വേണ്ടപ്പെട്ട സൗകര്യങ്ങൾ ഇപ്പോൾ ആയിട്ടുണ്ട്. ഇപ്പം ഡോക്ടർമാർ നിലവിലുണ്ട്. ചിലപ്പോൾ അവരുടെ സ്ഥലം മാറ്റവും ഇതെല്ലാം വരുമ്പോൾ ചില പ്രയാസങ്ങളുണ്ടെങ്കിലും ഇപ്പം ആളുകൾക്ക് നല്ല ഗുണം കിട്ടുന്ന നിലയിൽ തന്നെയാണ് ആശുപത്രിയുടെ പ്രവർത്തനം പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ കെട്ടിടവും കൂടി നല്ല നിലയിൽ അതിൻ്റെ ഏകദേശം ഒരു അടുത്ത പദ്ധതിയോട് അതിന് വേണ്ട പൈസ മാറ്റി വെച്ചാൽ അതും നമുക്ക് ഓപ്പണിങ്ങിലേക്ക് വരും. ഉദ്ഘാടനം ചെയ്ത് നല്ലൊരു കെട്ടിടമായി മാറിയിട്ടുണ്ട് ഇപ്പോൾ എന്നുള്ളതാണ് സൂചിപ്പിക്കേണ്ടത്. അതുപോലെ തന്നെ ഹോമിയോ ആശുപത്രിക്ക് ഒരു കെട്ടിടം. ഇപ്പോൾ ഹോമിയോ ആശുപത്രി എന്നുള്ളത് നമ്മുടെ പഞ്ചായത്തിൻ്റെ കെട്ടിടത്തിലാണ് വർക്ക് ചെയ്യുന്നത്. അലോപ്പതിയും അതുപോലെ തന്നെ ആയുർവേദവും സ്വന്തമായി കെട്ടിടത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഹോമിയോപ്പതി ഡിസ്പെൻസറി കൂടി ഒരു സ്ഥലം കണ്ടെത്തി ഒരു കെട്ടിടം ഗവൺമെൻറ്റിൽ നിന്ന് വാങ്ങിക്കാൻ ആവും എന്നുള്ള പ്രതീക്ഷ നമ്മുടെ മുമ്പിലുണ്ട്. അതിൻ്റെ ഒരു ശ്രമം കൂടി നമ്മൾ നടത്തിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മലപ്പുറം പഞ്ചായത്തിലെ എല്ലാ വെയിറ്റ് ഷെഡുകളും നല്ല പ്രൊഫഷണൽ ആയിട്ടുണ്ട്. ഇപ്പോൾ ഹൈസ്കൂളിൻ്റെ അടുത്തായാലും എല്ലാം വെയിറ്റ് ഷെഡുകൾ, അതുപോലെ സ്ട്രീറ്റുകൾക്കെല്ലാം നമ്പർ ഇട്ടുകൊണ്ട് ഒരു മാതൃകയായ പ്രവർത്തനം KP രമണി പ്രസിഡന്റായിരുന്ന കാലത്ത് തന്നെ ഇത് നടപ്പിലാക്കിയിട്ടുണ്ട്. അതുപോലെയുള്ള മാറ്റം, അതായത് മറ്റു പഞ്ചായത്തിൽ നിന്ന് വ്യത്യസ്തമായ എന്തെങ്കിലും കർമ്മ പദ്ധതി മലപ്പുറം പഞ്ചായത്ത് ഇപ്പോൾ ആലോചിക്കുന്നുണ്ടോ? അതിലൊരു പ്രധാന കർമ്മപദ്ധതി നമ്മൾ ഉദ്ദേശിക്കുന്നത് പിന്നെ ടൗൺ സൗന്ദര്യവൽക്കരണത്തിന് നമ്മൾ ആലോചിക്കുന്നത്. ഇപ്പം വെയിറ്റ് ഷെഡ് ഇപ്പം ചുടാട് മേഖലയൊക്കെ നമുക്കറിയാം. കണിയാർവാൽ ഇങ്ങോട്ട് തുടങ്ങിയാൽ മലപ്പുറം ഹൈസ്കൂൾ വരെ എല്ലാ നിലയിലും നല്ല ശുചിത്വമുള്ളതും ആളുകൾ കയറിയിരിക്കാൻ പറ്റുന്ന അത് MLA ഫണ്ടിലാന്ന് തോന്നല്ലേ? ഈ ഹൈസ്കൂളിലേക്ക് മാത്രം MLA ഫണ്ട്. ബാക്കിയെല്ലാം അതായത് പ്രദേശത്തെ സാംസ്കാരിക സംഘടനകൾ അല്ലെങ്കിൽ പുരോഗമന സംഘടനകൾ എടുത്തു വെച്ചതാണ്. ഇപ്പം കണിയാർവേൽ ഇങ്ങോട്ട് തുടങ്ങിയാൽ ഏകദേശം 6-7ഓളം വെയിറ്റ് ഷെഡ് അതായത് പിന്നെ ഒന്നിക്ക് സ്വയം സഹായ സംഘം അല്ലെങ്കിൽ ഗ്രന്ഥശാല അല്ലെങ്കിൽ അടുത്ത വർഷ പ്രസ്ഥാനങ്ങളുടെ വകയായി നല്ല വെയിറ്റ് ഷെഡ് വന്നിട്ടുണ്ട്. അതിപ്പോൾ തുടർച്ചയായി ഇങ്ങോട്ടും കൂടി നമ്മൾ ആക്കി കഴിഞ്ഞാൽ പിന്നെ മലപ്പുറം സെൻട്രലിലെ വെയിറ്റ് ഷെഡ് അതിപ്പോൾ പൊടിച്ചിട്ട് പിന്നെ പണിതിട്ടത്. അപ്പോൾ ബാക്കിയുള്ള സ്ഥലങ്ങൾ കൂടി നല്ല വെയിറ്റ് ഷെഡോട് കൂടി വരുന്നതുകൊണ്ട് യാത്രക്ക് പോകുന്ന ആളുകൾക്ക് മഴയത്തും വെയിലത്തും നിൽക്കാനുള്ളൊരു
സൗകര്യം ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ബാക്കി എല്ലാ ഭാഗത്തും കൂടി ഇടപെട്ട് അതാത് പ്രദേശങ്ങൾ പഞ്ചായത്തിന് എല്ലാ സ്ഥലങ്ങളും വെയിറ്റ് ഷെഡ് ഉണ്ടാക്കുക എന്നുള്ളത് പ്രയാസമുള്ള കാര്യമാണ്. കാരണം ഫണ്ടിൻ്റെ പ്രശ്നം നിലവിലുണ്ട്. ഇല്ലെങ്കിൽ MLA അതുപോലെ തന്നെ ഫണ്ട് ഉപയോഗിച്ച് നമുക്ക് ഇനിയും വേണ്ട സ്ഥലങ്ങളിൽ വെയിറ്റ് ഷെഡ് കൂടി ഉണ്ടാക്കിയാൽ അത് നമുക്ക് പൂർത്തീകരിക്കാൻ വേണ്ടി കഴിയും. ഏറ്റവും നമ്മൾ എടുത്തു പറയാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് ഈ സൗന്ദര്യവൽക്കരണം തന്നെയാണ്. അത് നമ്മൾ മുൻപ് കട മുതലും അതുപോലെ തന്നെ അടൂർ വരെയുള്ള സ്ഥലങ്ങളും പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ എന്തായാലും നമ്മൾ ഒരു വർഷം കൊണ്ട് മിക്കവാറും അത് ആക്കാൻ്റെ ഒരു ആലോചന വന്നിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി ശുചിത്വം ഏറ്റവും പ്രധാനം എന്നുള്ളത് നമ്മൾ മുന്നിൽ നിന്ന് പ്രവർത്തിക്കുകയാണ്. കാരണം പിന്നെ പലപ്പോഴും ശുചിത്വ രംഗത്ത് വലിയ പ്രയാസങ്ങൾ നേരിടുന്നതാണ്. കാരണം ഇപ്പോൾ നമുക്ക് ഡൽഹി പോലുള്ള നഗരങ്ങളിലെല്ലാം ഇത് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ മലപ്പുറത്തെല്ലാം ഭാവിയിൽ അത് വന്നുകൂടാന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ആ രംഗത്ത് നല്ല ഇടപെടൽ നടത്തി ശുചിത്വ പഞ്ചായത്ത് എന്നുള്ളതിൽ ഭാവിയിൽ ഒരു അവാർഡൊന്നും മേടിക്കണം എന്നുള്ളൊരു ആഗ്രഹം നമുക്കുണ്ട്. അതിൻ്റെ ഒരു പ്രവർത്തനം മുൻകണ്ടുള്ള പ്രവർത്തനം നമ്മൾ ആരംഭിച്ചിട്ടുണ്ട് എന്നതിനെ സംബന്ധിച്ച് പറയേണ്ടത്. അതായത് നമ്മളിപ്പോൾ ശ്രീകണ്ഠപുരത്ത് നിന്ന് കണ്ണൂർ പോകുന്നതാണെങ്കിൽ ഇപ്പോൾ മലപ്പട്ടം വഴിയാണ് എല്ലാവരും സഞ്ചരിച്ചു പോകുന്നത്. അപ്പോൾ കൂടുതലും ഈ സൗന്ദര്യവൽക്കരണ പ്രവർത്തനം ഇത് മലപ്പട്ടം പഞ്ചായത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് എന്നൊരു ധാരണ കിട്ടും. അപ്പോൾ അത് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതും ഒരു നേട്ടമായിരിക്കും. ഈ ഒരു സൗന്ദര്യവൽക്കരണ പ്രവൃത്തി മുനമ്പ് വരെ നീട്ടുകയാണെങ്കിൽ അത് കൂടുതലും പോകുന്നവർക്ക് ഇതൊരു മലപ്പട്ടം പഞ്ചായത്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്നൊരു പ്രതീതി ഉണ്ടാക്കാൻ വേണ്ടി കഴിയും. ഇപ്പോൾ മുനമ്പ് ഉണ്ടാക്കിയിട്ടുള്ള ലൈറ്റ് അത് ഏത് ഫണ്ടിൽ ചെയ്തിട്ട്? MLA ഫണ്ട്. അത് നമുക്ക് ഈ ടൂറിസത്തിന്റെ ഭാഗമായി ഇപ്പം മുൻപ് ഇടവിന് വന്നപ്പോൾ അത് വലിയ ആകർഷകമായിട്ടുണ്ട്. കാരണം ആളുകൾക്കെല്ലാം എന്തായാലും അവിടെ വരുമ്പോൾ ഒരു പാലം എന്നുള്ളത് ചിലപ്പോൾ ആളുകൾ അത് ഒറ്റപ്പെട്ടൊരു മേഖലയായിരുന്നു. കാരണം രാത്രി കാലങ്ങളിൽ ലൈറ്റും കാര്യമൊന്നും ഇല്ലാണ്ടെടുക്കുമ്പോൾ ഒരു പ്രയാസം ഉണ്ടാവും. അതുകൊണ്ട് ഇപ്പം അതുകൂടി വന്നതോടുകൂടി ആളുകൾക്കൊരു ധൈര്യത്തോടുകൂടി സഞ്ചരിക്കാനുള്ള ഒരു സൗകര്യം കൂടി അവിടെ വന്നിട്ടുണ്ടെന്നുള്ളത്. പിന്നെ തൊട്ട് മുൻപ് ടൂറിസമായി വരുമ്പോൾ തന്നെ ആ ടൂറിസത്തിന് ആകർഷകത്വം ഉണ്ടാകുന്നതിലേക്ക് MLA ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അത് നല്ല പദ്ധതിയായി ഇപ്പോൾ മാറിയിട്ടുണ്ട്. അപ്പോൾ മറ്റൊന്ന് ചോദിച്ചോട്ടെ, ഇപ്പോൾ ലക്ഷ്മണേട്ടൻ പഞ്ചായത്ത് പ്രസിഡന്റായ ആ സമയത്ത് തന്നെ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ച ഒരു ലക്ഷ്മണേട്ടൻ സാധാരണക്കാരനായി ഒരു വീടിന്റെ പതിയെടുക്കുന്ന ഒരു വിഷ്വല് നമ്മളെല്ലാം കണ്ടിരുന്നു. കൂടുതൽ പേര് അതൊരു വൈറലായ ഒരു വിഷ്വൽ കൂടിയാണ്. ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് മലപ്പട്ടം പോലെയുള്ള ഒരു ഗ്രാമത്തിലെ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് തികച്ചും സാധാരണക്കാരനായി ഇങ്ങനെ ഒരു പതിയെടുക്കുന്ന അതെന്തായിരുന്നു ശരിക്കും സംഭവം? നമ്മൾ പ്രേക്ഷകർക്ക് അറിയാൻ വേണ്ടി ഒന്ന് പറയാം. അത് പാർട്ടി കോൺഗ്രസ് കണ്ണൂർ നടക്കുന്ന സമയത്ത് നമ്മുടെ ലോക്കൽ കമ്മിറ്റി പുതുതായി രൂപീകരിച്ച പാർട്ടി ലോക്കൽ കമ്മിറ്റിയാണ്. അപ്പോൾ പാർട്ടി നിർദ്ദേശമുണ്ട് എല്ലാ ലോക്കലിനകത്തും ഒരു വീടെടുത്ത് കൊടുക്കണം എന്നുള്ള ഒരു തീരുമാനം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ലോക്കൽ കമ്മിറ്റി രൂപീകരിച്ച ഘട്ടത്തിൽ നമുക്ക് അതിൻ്റെ ഒരു സാധ്യത ഉണ്ടായില്ല. മലപ്പുറം ലോക്കൽ കമ്മിറ്റി അഭിവ്യക്ത ലോക്കൽ കമ്മിറ്റിയുടെ സമയത്ത് മലപ്പുറത്ത് വീടെടുത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പിന്നീട് പുതിയ ലോക്കൽ കമ്മിറ്റി വന്നപ്പോൾ പാർട്ടിയുടെ ഏതായാലും പാർട്ടി കോൺഗ്രസ് കണ്ണൂർ നടക്കുമല്ലേ ഇത്. അപ്പോൾ ഒരു ലോക്കലിനകത്തും ഇങ്ങനെയുള്ളൊരു സ്നേഹ വീട് ഇല്ലാതിരിക്കാൻ വേണ്ടി പറ്റില്ല എന്ന് പറഞ്ഞു. വളരെ പെട്ടെന്നാണ് അങ്ങനെ പാർട്ടി തീരുമാനം എടുക്കുന്നത്. അപ്പോൾ നമ്മളൊരു ഗുണഭോക്താവിനെ കണ്ടെത്തി ലോക്കൽ സെക്രട്ടറിയായി നിൽക്കുന്ന ഞാൻ തന്നെ ഉൾപ്പെടെ നമ്മളതിൻ്റെ സൗകര്യമെല്ലാം കണ്ടെത്തി. കാരണം തീർത്തും ശ്രമദാനമായിട്ടാണ് നമ്മൾ വീടെടുക്കാൻ തീരുമാനിച്ചത്. ഒരു പൈസ പോലും ജനങ്ങൾക്ക് വിവരിച്ചിട്ടില്ല. നമ്മൾ അത്യാവശ്യം വീടുന്ന എല്ലാവരും ഈ ജോലി ഒരു പ്രധാനപ്പെട്ട പ്രവർത്തനം എടുത്തു. ഓരോരുത്തരും അതിന് പറ്റാവുന്ന ശ്രമദാനം ഒന്നല്ല ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ തുടക്കം കുറിക്കുമ്പോൾ നമ്മൾ പതിവെടുക്കലാണ് ആദ്യ പ്രവർത്തനം. ഞാൻ പണ്ടേ ഇത്തരത്തിലുള്ള മേഖല പണിയെല്ലാം എടുക്കുന്നതുകൊണ്ട് തന്നെ ഒന്നും നോക്കിയില്ല. കൃത്യമായി ഞാൻ പതിയുടെ പണിയെല്ലാം മുമ്പ് എടുക്കുന്നതാണ്. മുമ്പ് കിണർ വയ്ക്കാനും പോയിട്ടുണ്ട്. അതുകൊണ്ട് ആ ഒരു ശീലം വെച്ച് ഞാൻ കളിച്ചതാണ്. പക്ഷെ അങ്ങനെ ഒരു വീഡിയോ വൈറലാകും ഞാൻ ധരിച്ചില്ല. പക്ഷെ അതിലുള്ള ഒരു ഇത് വീഡിയോ എടുത്ത് വൈറലായതിനു ശേഷം ഞാൻ പോലും അറിയുന്നുള്ളത്. പക്ഷെ ഞാനത് വൈറലാക്കണം എന്നുള്ളതിൽ തുടങ്ങി വെച്ചല്ല. പക്ഷേ നമ്മൾ നിർബന്ധമായും നമ്മൾ പാർട്ടി നേതൃത്വത്തിൽ പ്രവർത്തനം നടത്തുമ്പോൾ അതിൽ ചുക്കാൻ പിടിക്കുന്ന ആളുകൾ കയ്യും കെട്ടി നിൽക്കുന്നതിന് പകരം ആ മേഖലക്കകത്ത് പണിയെടുക്കുക എന്നുള്ള ഒരു ആലോചന മാത്രമാണ്. മാതൃകാപരമായ ഒരു പ്രവർത്തനമാണെന്ന് പിന്നീട് അത് തോന്നി. കാരണം അതിങ്ങനെ വരുമ്പോൾ അതൊരു മാതൃകാപരമായ പ്രവർത്തനം തന്നെയാണത്. അപ്പോൾ ഒന്നുകൂടി ചോദിച്ചോട്ടെ, നമ്മളിപ്പോൾ നമ്മളെ പ്രേക്ഷകർക്ക് വേണ്ടി അറിവിലേക്ക് വേണ്ടി ലക്ഷ്മണന്റെ കുടുംബ പശ്ചാത്തലം, ഭാര്യ, കുട്ടികൾ ഒന്ന് പറയാം. ഞാൻ ഭാര്യയും ഒരു മകനും ഒരു മകളെ ഉള്ളത്. ഭാര്യ ഇത്ര വരെ മലപ്പുറം സർവീസ് സഹകരണ ബാങ്കിൽ ഉണ്ടായിരുന്നത്. കഴിഞ്ഞ തവണ മാർച്ച് മാസം മാനേജർ തസ്തികയാണ് പേരിലുള്ളത്. പിന്നീട് ഒരു മോനാണുള്ളത്. മോൻ മയിലെ ഫ്ലക്സ് പ്രിൻറ്റിങ്ങുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് പോകുന്നുണ്ട്. പിന്നെ മകള് ഭർത്താവിൻ്റെ ഒന്നിച്ച് ഗൾഫിലാണ് ഉള്ളത്. അപ്പോൾ മകൾക്ക് 2 കുട്ടികളുണ്ട്, മകനൊരു കുട്ടിയുണ്ട്. അങ്ങനെ അത് നമ്മുടെ കുടുംബ ജീവിതം പോകുന്നത് വലിയ പ്രയാസമില്ലാണ്ട് പോകുന്നുണ്ട്. മലപ്പട്ടത്തിന്റെ ചരിത്രം പോലെ തന്നെ മലപ്പട്ടത്തിന്റെ വികസന പ്രവർത്തനങ്ങളും മലപ്പട്ടം കഴിഞ്ഞ കാലങ്ങളിൽ കൈവരിച്ചിട്ടുള്ള ഒരുപാട് വികസന നേട്ടങ്ങളാണ് എണ്ണിപ്പറഞ്ഞുകൊണ്ട് ലക്ഷ്മണേട്ടൻ ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ കഴിഞ്ഞ ഭരണസമിതി നടപ്പിലാക്കിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ ഇനി ചെയ്യാൻ പോകുന്ന മലപ്പട്ടത്തിന്റെ കാഴ്ചപ്പാടുകളെ കുറിച്ചാണ് ലക്ഷ്മണേട്ടൻ അതിനെ ടച്ച് ചെയ്തുകൊണ്ടാണ് നമ്മളിപ്പോൾ സംസാരിച്ചു പോകുന്നത്. വളരെ തിരക്ക് പിടിച്ച ഈ സമയത്തിലും നമ്മോടൊപ്പം ഈ സമയം ചെലവഴിച്ച ലക്ഷ്മണേട്ടൻ നന്ദി രേഖപ്പെടുത്തിയാണ്. വീണ്ടും മറ്റൊരു പഞ്ചായത്തിലെ പ്രസിഡന്റിനോടൊപ്പം കാണുന്നതുവരെ
ക്യാമറമാൻ ഹരിയോടൊപ്പം വിനോദ് ജനാർദ്ദനൻ, സൈനപ്പ്. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറങ്ങൾ ചാർത്താൻ ലോകോത്തര ബ്രാൻഡഡ് പെയിന്റുകളുടെ അതിശയിപ്പിക്കുന്ന ശ്രേണിയുമായി മലയോര മേഖലയിലെ ഏറ്റവും വലിയ പെയിന്റ് ഉൽപ്പന്ന കലവറ മാവില ട്രേഡേറ്റഡ്, മലപ്പട്ടം. ലോകോത്തര പെയിന്റ് ഉൽപ്പന്നങ്ങൾ ഒരു കുടക്കീഴിൽ. ഏഷ്യൻ, ബിർള ഓപ്പസ്, ഓതറൈസ്ഡ് ഡീലർ. അതർ ബ്രാൻഡ് ആംകോസ്, MRF വാൾമാക്സ്, Q7, ഉദവി SD. ഓരോ 50,000 രൂപയുടെ പെയിന്റ് പർച്ചേസ് ചെയ്യുന്നവർക്ക് ബുള്ളറ്റ് മിക്സർ ഗ്രൈൻഡർ ഗിഫ്റ്റായി നൽകുന്നു. മാവില ട്രേഡേഴ്സ്, പഞ്ചായത്ത് ഓഫീസിന് സമീപം EK കോംപ്ലക്സ്, മലപ്പട്ടം സെന്റർ. കൂടുതൽ അറിയാൻ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക.